ഈ മാഷിന് എന്ത് പറ്റി? ഓണപ്പാട്ടൊക്കെ കേട്ട് പ്രസാദമൊക്കെ തൊടിയിക്കാൻ സമ്മതമൊക്കെ കാണിച്ച് നല്ല കുട്ടിയായല്ലോ. പന്ത്രണ്ട് കൊല്ലം കൂടിയിട്ട് ഒരു ഓണം നമ്മളങ്ങോട്ട് ആഘോഷിക്കുകയല്ലേ ടീച്ചറെ? സന്തോഷായിട്ട് പതിവ് ചിട്ടകളൊക്കെ ഒന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചു. അത് നന്നായി. ഇന്ന് ചോതി, വിശാഖം, അനിരം, തൃക്കേട്ട കഴിഞ്ഞ് മൂലത്തിനാൾ അവളിങ്ങ് വരുമല്ലോ അയർലൻഡിൽ നിന്ന്. നമ്മളുടെ വിന്നിമോളെ, അവളുടെ മകൾ അനിയക്കുട്ടിയെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകില്ലേ? വീഡിയോ കോളിലൊക്കെ കണ്ട് കണ്ട് ഞാൻ അങ്ങനെ കൊതിച്ചിരിക്ക. അവരുടെ വരവ് നമുക്കൊരാഘോഷമാക്കണം. അപ്പോഴേക്കും ഉത്രാടവും ഇങ്ങ് എത്തുമല്ലോ. നമ്മുടെ വിച്ചുമോനും കുടുംബവും ജർമ്മനിയിൽ നിന്ന് എത്തും. ഓരോ കൊല്ലവും അവര് വരാന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് പറ്റിക്കല്ലായിരുന്നോ? ഇത്തവണ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് എല്ലാ ഏർപ്പാടും ശരിയാക്കി അറിഞ്ഞപ്പോഴാ എനിക്ക് ശ്വാസം വീണത്. അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അത് ടീച്ചറിന്റെ മാത്രമല്ല, സ്ത്രീവർഗത്തിന്റെ ഹോൾസെയിൽ പ്രൊഡക്റ്റാ ഈ വിശ്വാസമില്ലായ്മ. ഒന്ന് പോമാഷേ. കുട്ടപ്പൻ നായർ കടന്നു വന്നോളൂ, വാതിലടച്ചിട്ടില്ല. ആ, എന്തായി കുട്ടപ്പൻ നായരെ? എല്ലാം ഏർപ്പാടാക്കിയോ? പിന്നല്ലാണ്ട് ഒത്ത ചെങ്ങാലിക്കോടൻ കൊല. ആന പിടിച്ചാ പൊന്തില്ല. ആ സൈസ് 4 എണ്ണം പറഞ്ഞു. അത് നന്നായി. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുതേ. എന്റെ മാഷേ, മാർക്കറ്റിൽ ഇപ്പൊ എന്താ കിട്ടാത്തെ? നല്ല സ്വയംപ ശർക്കര വരട്ടി, കായ വറുത്തതും ഒക്കെ കിട്ടും. വെറുതെ മെനക്കേടൊക്കെ വേണോ? വേണം ടീച്ചറെ. നമ്മൾ ഓണം ആഘോഷിക്കുക 12 കൊല്ലത്തിന് ശേഷം. ടീച്ചറമ്മ വിഷമിക്കണ്ട. ഒക്കെ ഈ കുട്ടപ്പൻ നായരേറ്റു. വറുത്ത് കഴിയുമ്പോ രുചി നോക്കാൻ വിളിക്കും. അപ്പ വന്നാ മതി. ഉപ്പേരി വറവ് മാത്രമല്ല, വിഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി 2 കൂട്ടം പായസവും വെച്ച് ഓണം ആഘോഷിക്കണം. വിന്നിമോളാണല്ലോ. ആ മോളെ, പാക്കിംഗ് ഒക്കെ തുടങ്ങിയില്ലേ? മോളെ, അയ്യോ അങ്ങനെ പറയല്ലേ മോളെ. എന്താ മാഷേ? നമ്മൾ കെട്ടിപ്പൊക്കിയ കിനാവിന്റെ ചിത്രസൗധം ചീട്ടുകൊട്ടാരം പോലെ തകരിലെയാണല്ലോ ടീച്ചറെ. നിങ്ങൾ കാര്യം പറ മാഷേ. വിനീതയും കുടുംബവും ഇക്കുറി വരില്ല അത്രേ. നമ്മുടെ ആഘോഷമൊക്കെ അവർ ഓൺലൈനായിട്ട് കണ്ടോളാന്ന്. ഇല്ല, അങ്ങനെ വരില്ല. മാഷ് പറ്റിക്കുക. എന്തിനാ മാഷേ? അല്ല ടീച്ചറെ, സത്യമാ ഞാൻ പറഞ്ഞത്. അനന്യ മോൾക്ക് നാഷണൽ ലെവലിൽ ഒരു കോമ്പറ്റീഷൻ വന്ന് പെട്ടിരിക്കുന്നു അത്രേ. സ്കൂളിന്റെ മൊത്തം പ്രതീക്ഷയാത്രേ നമ്മുടെ പേരക്കുട്ടി. അതൊരു അഭിമാനമല്ലേ? ആ പിച്ചുമോനെ, എന്താ ശബ്ദ വ്യത്യാസമോ? അത് പിന്നെ ഭിന്നിമോള് വരുന്നില്ല അത്രേ. അയ്യോ, പറ്റില്ല അങ്ങനെ പറയല വെച്ചു. പ്ലീസ്, ഞങ്ങൾ എത്ര കൊതിച്ചിരിക്കുകയാണെന്നറിയോ? അവനും വരില്ല അത്രേ. ശരി, നിന്റെ ഇഷ്ടം. മാഷേ, ഞാൻ സുരേഷ്. അറിയാം, താൻ എപ്പോഴും വരുന്നതാണല്ലോ ഇവിടെ. അപ്പോ ഇത്തവണ നമുക്ക് നോക്കാം അല്ലേ മാഷേ? ഇല്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ.
ചാരിറ്റി ഒക്കെ ഞാൻ ഡൽഹിയിൽ എന്റെ അനിയൻ വഴി ചെയ്യുന്നുണ്ട്. സുരേഷ് പോ. ഞങ്ങളിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. മാഷേ, ഇത്തവണ അയാൾ പറയുന്ന അനാഥാലയത്തിലെ കുട്ടികൾ, അവരാകട്ടെ നമ്മുടെ മക്കൾ. തിരിച്ചു വിളിക്കും മാഷേ. ആ പറയൂ സുരേഷ്, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. 43 കുട്ടികൾ അവിടെ ഉണ്ട് മാഷെ. അനാഥരൊന്നുമല്ല. പക്ഷേ ഓണം വന്നാൽ പോലും രക്ഷകർത്താക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോവില്ല. അവരുടെ നിവൃത്തികേട് കൊണ്ടാണ്. ആ അപ്പോ മാഷ് എത്രയാ തരുന്നത്? സുരേഷേ, ഈ ഓണത്തിന് മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടും അവർ ഞങ്ങളുടെ മക്കളാണ്. അവർക്ക് വേണ്ടി താനിനി ആരോടും ഒന്നും ചോദിക്കണ്ട. ഓണസദ്യ ഞങ്ങൾ അവരോടൊത്ത് കഴിക്കും. ഈ കുട്ടപ്പൻ നായരെല്ലാം വെച്ചുണ്ടാക്കി വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കും. ആ മുഴുവൻ കുട്ടികളുടെ പ്രായവും ഡ്രസ്സിന്റെ സൈസും എത്തിക്കണം. എല്ലാവർക്കും ഓണക്കൊടിയും കൊടുക്കാം. കുട്ടപ്പൻ നായരെ, താനെന്താണോ കുന്തം വെള്ളി നിൽക്കുന്നത്? പോയി കൊണ്ടുപോകണോ ചെങ്ങാലിക്കോടൻ പുലകൾ? എപ്പോ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാ മതി. കേറി വന്നോളൂ, വാതിലടച്ചിട്ടില്ല. മായേ തമ്പുരാൻ. അതെ, സാക്ഷാൽ മഹാബലി. ഞങ്ങളുടെ ഭാഗ്യം. ഞാനിത് ആദ്യമായല്ല ഇവിടം സന്ദർശിക്കുന്നതാ. കേരളം മുഴുവൻ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ഇവിടെയും വരാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്നല്ല, കേരളത്തിൽ ആർക്കും ഓണം ഉണ്ടാകുന്നില്ല. കുറെ കെട്ടുകാഴ്ചകളും കൊട്ടിഘോഷിക്കലുകളും മാത്രം, അല്ലാതെന്താ. പക്ഷേ ഇക്കുറി മാഷും ടീച്ചറും യഥാർത്ഥമായി തന്നെ ഓണം ആഘോഷിക്കുന്നു. മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന് പാടാൻ മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ കൂടി ശീലിക്കണം. നിങ്ങൾക്കത് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അനാഥ കുട്ടികൾക്കിടയിൽ നിങ്ങൾ വിളമ്പുന്ന ഓണസദ്യ ഉണ്ടാകും, ഞാനും ഉണ്ടാകും. അതെ, അദൃശ്യ സാന്നിധ്യമായി. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അപ്പോ തിരുവോണത്തിന് കാണാം.